പക്ഷേ ഇത് സന്തോഷിപ്പിക്കുന്ന സമുദായങ്ങളെയല്ല അവനവനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇവിടെ വോട്ട് ചെയ്താൽ എങ്ങനെയെങ്കിലും ഈ പോട്ടെ, ഈ LDF പോട്ടെ, UDF വരട്ടെ എന്ന് വിചാരിച്ച് കുറേ പേരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ആളുകൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇവർക്ക് വേണ്ടിയാണല്ലോ തങ്ങളുടെ ഈ സമയം എത്രയും നഷ്ടപ്പെടുത്തി അവിടെ ക്യൂ നിന്നിട്ട് വോട്ട് കുത്തിയതെന്നുള്ള കാര്യം അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഒരു സമുദായ ശക്തിക്കും സമ്മർദ്ദ ഘടകമാകാൻ കഴിയില്ല എന്ന് ഈ മൂന്ന് പേരും കാരശ്ശേരി മാഷ് പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും നായന്മാരാണ്. മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവർ ആരും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കലഹത്തിലില്ല. അപ്പോൾ ലീഗ് സമ്മർദ്ദം ചെലുത്തി തുടങ്ങുന്നത് എന്തുകൊണ്ട്? അവർക്കൊരു കാര്യം ഉറപ്പാണ്, മൂന്നിലൊരു നായരാണ് മുഖ്യമന്ത്രിയായി വരിക ഇവർക്ക് അധികാരം കിട്ടിയാൽ. അങ്ങനെയെങ്കിൽ ഉപമുഖ്യമന്ത്രി എന്നത് മറ്റൊരു സമുദായത്തിന്. ആ ആവശ്യം ഇത്ര ബലപ്പെടാനുള്ള കാരണം UDFൽ കോൺഗ്രസിനുണ്ടായിരുന്നൊരു സോഷ്യൽ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു കമ്മ്യൂണിറ്റി കോമ്പിനേഷൻ, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് UDFലൂടെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അവിടെ അതിന് ലീഗിനൊരു റോളുണ്ട്. മാണി സാറ് പോയല്ലോ. അപ്പോൾ ആ റോള് വളരെ കൃതഹസ്തയോടെ നിർവഹിക്കേണ്ട അധിക ബാധ്യത ഏറ്റെടുക്കുന്നു എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ടല്ലേ ലീഗ് ഇപ്പോൾ ഈ ഉപമുഖ്യമന്ത്രി പദത്തിലെ അർഹത എന്ന വാദം ആവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തവണ നേരത്തെ ഹമീദ് മാഷോട് വേണ്ടി ചോദിച്ച ചോദ്യമുണ്ട്. സ്വയം പ്രഖ്യാപിക്കുകയാണ് അഞ്ചാമത്തെ മുഖ്യമന്ത്രി. അത് സാധാരണ രീതിയിൽ ഡിമാൻഡായിട്ട് വയ്ക്കാം. അതിന് പകരം ഞങ്ങൾക്ക് അഞ്ചാമത്തെ മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ഇപ്പോൾ നമുക്കറിയാം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ പോരാട്ടത്തിൽ രംഗത്തുള്ളത്. ആ ശ്രീകുമാർ പറഞ്ഞ വേറെ KC ജോസഫിനെ മാറ്റി നിർത്തിയുള്ളത് നോക്കിക്കഴിഞ്ഞാലും ഈ സമുദായക്കാരാണ്. വേറെ ഒരു സമുദായത്തിൽ നിന്ന് രണ്ടാളുകൾ ഇതിന് വേണ്ടിയിട്ട് തുടക്കം മുതൽ കുപ്പായം ഇട്ടിട്ട് രംഗത്ത് വന്നിരുന്നു. സമുദായ ആചാര്യന്മാർ അല്ലെങ്കിൽ സമുദായ അധ്യക്ഷന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിരുന്നു. നമുക്കത് ശിവഗിരി മഠം ആവശ്യപ്പെട്ടതാണ്. ഈ ഈഴവ സമുദായത്തിന് കൂടുതൽ MLA വേണം, അവർക്ക് കുറേ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അടൂർ പ്രകാശും K സുധാകരനും രംഗത്തെത്തി എന്തുകൊണ്ട് 2 MP ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയത് ആ മണ്ഡലം രക്ഷിക്കാൻ വേണ്ടിയിട്ടോ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ KPCC പ്രസിഡൻ്റായിട്ടുള്ളത് ഒരു ക്രിസ്ത്യനാണ്. ഈ R ശങ്കറിന് ശേഷം ഇവിടെ ഒരു ഈഴവൻ മുഖ്യമന്ത്രി ആയിട്ടില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയായിരുന്നു കളിച്ചത്. പക്ഷേ അതിനെ തന്ത്രപൂർവ്വം തകർത്ത് കളഞ്ഞു. അത് ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് കൃത്യമായിട്ട് എനിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ, എനിക്ക് ഈ പദവി കിട്ടണമെങ്കിൽ ഇത് ആ വാദം തകർക്കണം എന്ന് വെച്ച് അത് വളരെ കൃത്യമായിട്ടും തകർക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ ആളുകൾ മാത്രമാണല്ലോ. താങ്കൾ പറഞ്ഞ ലീഗിൻ്റെ കാര്യം, ഈ KPCC പ്രസിഡൻ്റായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യനാണ്. അതേപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിമാരാവുന്നത് ക്രിസ്ത്യാനികളായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവുന്നു, കോൺഗ്രസിൻ്റെ കുറേ മന്ത്രിമാരുണ്ടാവുന്നു ഹിന്ദുവായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഈ മുന്നണിയെ രംഗത്ത് കൊണ്ടുവരാൻ, മുന്നണിയെ കരകയറ്റാൻ സഹായിച്ച പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ സമുദായം എന്ന നിലയിൽ അവരാവശ്യപ്പെടുന്ന കാര്യം ഇത് തന്നെയായിരിക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണ്. അതിപ്പോൾ ഇത്തവണ എന്തായാലും ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇക്വേഷൻ ശരിയാക്കി നമുക്ക് എല്ലാ സമുദായങ്ങളെയും നമ്മൾ സന്തോഷിപ്പിച്ചു എന്ന് വരുത്താൻ കൂടിയായിട്ടുള്ള ശ്രമമായിരിക്കും. പക്ഷേ ഇത് സന്തോഷിപ്പിക്കുന്ന സമുദായങ്ങളെയല്ല അവനവനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപമുഖ്യമന്ത്രിയായിട്ട് ആര് വന്നാലും അതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഇവരെല്ലാവരും മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയും ഇപ്പം നമ്മൾ ഈ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു പങ്കുമില്ല. ഈ അണികൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിൽ ഹൈക്കമാൻഡ് ഇടപെടും. എനിക്ക് ഇതുവരെ ഇത്രയും കാലത്തെ പരിചയത്തിനിടയിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇവിടെ സാധാരണ പ്രവർത്തകർ യൂണിറ്റ് കമ്മിറ്റിയിലോ ബൂത്ത് കമ്മിറ്റിയിലോ ഒക്കെയുള്ള ആളുകളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ല. മാത്രമല്ല ഈ ബൂത്ത് കമ്മിറ്റിയിൽപ്പെട്ട പ്രവർത്തകരോ യൂണിറ്റ് കമ്മിറ്റിയിൽപ്പെട്ട പ്രവർത്തകരോ ഒന്നുമല്ല, ഈ മണ്ഡലം കമ്മിറ്റിയിൽപ്പെട്ട പ്രവർത്തകരോ അല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ പ്രശ്നം താങ്കൾ പറഞ്ഞ ഈ സൈബർ പോരാളികളുണ്ടല്ലോ, സൈബർ കൂലിത്തല്ലുകാർ, അവരൊക്കെ ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു പരിധിക്കപ്പുറത്തുള്ള നേതാക്കന്മാരാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അധികാര സമിതി എന്ന് പറയുന്നത് പ്രവർത്തക സമിതിയാണല്ലോ. അതിലെ ഒരംഗമാണ് ആദ്യം രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നു. ഇതൊക്കെ വെറും അണിയല്ലല്ലോ. ഹൈക്കമാൻഡ് എത്രയോ കാലമായിട്ട് എത്രയോ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പരസ്യ പ്രസ്താവന പാടില്ല എന്ന്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്?
ഇപ്പോൾ ഇതൊക്കെ നേതാക്കൾ നമ്മളിവ വെറുതെ അലക്കി വെളുപ്പിച്ച് ഇവിടെ മുതലക്കുളത്ത് അലക്കുകാർ ദിവസം വെളുപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ അലക്കി വെളുപ്പിച്ച് ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ച് നമ്മൾ വെള്ളം പൂശിയിട്ടൊക്കെ ഇങ്ങനെ നിർത്തുകയാണ്. നേതാക്കന്മാർക്കൊരു കുഴപ്പമില്ല. സത്യത്തിൽ നേതാക്കന്മാർ, ശ്രീകുമാർ തന്നെ പറഞ്ഞു, ഈ ഇത്തരം ഇങ്ങനെ ചെയ്യുന്ന അണികളാണ്. ആ അണികളെ അടക്കി നിർത്താനുള്ള ബാധ്യത ശരിക്കും നേതാക്കന്മാർ ഏറ്റെടുക്കേണ്ട. പക്ഷേ അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അണികളില്ലാതെ നേതാക്കന്മാരില്ല. ഈ പാർട്ടിയെ തകർക്കുന്നത് അണികളെ വെച്ചുകൊണ്ട് കളിക്കുന്ന നമ്മുടെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ കളിക്കുന്ന കളിയുണ്ടല്ലോ, മറ്റവൻ്റെ കൂവിക്കുക, തൻ്റെത് കൈയടിപ്പിക്കുക എന്ന് പറയുന്ന ഈ ഫാൻസ് അസോസിയേഷനെ വെച്ചുകൊണ്ട് കളിക്കുന്ന കളി. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാൻസ് അസോസിയേഷനെ വെച്ചുകൊണ്ടുള്ള കളിയാണ്. എന്നാൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇത് ഈ വോട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ, അണികൾക്കുണ്ടാകുന്ന നിരാശയെക്കുറിച്ചാണ് നേരത്തെ ഹമീദ് മാഷ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വോട്ട് ചെയ്ത എങ്ങനെയെങ്ങനെ ഈ പോട്ടെ, ഈ LDF പോട്ടെ, UDF വരട്ടെ എന്ന് വിചാരിച്ച് കുറേ പേരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ആളുകൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇവർക്ക് വേണ്ടിയാണല്ലോ തങ്ങളുടെ ഈ സമയം എത്രയും നഷ്ടപ്പെടുത്തി അവിടെ ക്യൂ നിന്നിട്ട് വോട്ട് കുത്തിയതെന്നുള്ള കാര്യം അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇത്ര ഒരു അധികാരം കിട്ടിയിട്ടില്ല. കുഞ്ഞ് പിറന്നിട്ടാണല്ലോ അത് ചാപിള്ളയാണോ ജീവനുള്ള പിള്ളയാണോ എന്നറിയേണ്ടത്. എന്നിട്ട് പേരിട്ടാൽ മതിയല്ലോ. ഇത് പിറക്കുന്നതിന് മുമ്പ് 4 കഴിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. അതിന് മുമ്പേ ഈ പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമാണ് ഇത് അണികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, അണികളുടെ പോരാട്ടമല്ല, ഇത് അവനവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിന് മുന്നിൽ കളിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. നമ്മൾ വെറുതെ ശ്രീകുമാറിനെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വെറുതെ ഇരുട്ടുകൊണ്ട് ഒട്ടയടിച്ച് വെള്ളം പൂശിയിട്ട് ഇവരൊക്കെ സുന്ദരന്മാരാണെന്ന് പറയാതിരിക്കുക. അത് ജനത്തിന് മനസ്സിലാവില്ല. ശരി, ശ്രീകുമാർ അങ്ങേക്ക് പറയാം. സമയം കുറവാണ്, ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നോക്കൂ ശ്രീ വേണു, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, അണികൾക്ക് ഹൈക്കമാൻഡിന് അണികളിലുള്ള സ്വാധീനം. AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി. ആ AICCയുടെ ചുമതല ജനറൽ സെക്രട്ടറി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബൂത്ത് കമ്മിറ്റികളിലടക്കം പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡിൻ്റെ അവരുടെ നിരീക്ഷണത്തിൽ ആ അണി വന്നു എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വികാരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ മനസ്സുമായിട്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാറുള്ളൂ. ഒന്നത്, കാരണം ഞാൻ അവിടെ ഭാരവാഹിത്വമൊന്നുമല്ലല്ലോ, ഒരു സഹയാത്രികമായ പത്രപ്രവർത്തനം മാത്രം. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ കൊണ്ടുവന്ന സുന്ദരമായ ഒരു കാര്യം അത് വളച്ചൊടിക്കാൻ ശ്രമിച്ചു മറ്റേ വേണുവും നമ്മുടെ സജീവനും. എന്താണത്? ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബാഹ്യശക്തിക്കും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അവർ ആഗ്രഹിച്ചെങ്കിലും അതിൽ കൈകടത്താൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി, ഒരു വാചകം ഞാൻ പറയാം. DD സതീശനോട് ഇടയ്ക്ക് പത്രലേഖകർ ചോദിച്ചു NSSുമായി ബന്ധം. അപ്പോൾ സതീശൻ പറഞ്ഞു, എന്നോട് NSSന് വിരോധമുള്ളൂ, UDFിനോട് വിരോധമില്ല, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കോൺഗ്രസും UDFും മാത്രം തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുമ്പോൾ അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസിൻ്റെ അണികൾക്കും ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ അനുഭാവികൾക്കും വേണമെങ്കിൽ അവരുടെ അഭിപ്രായം പറയാം. അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യമൊക്കെ നേരത്തെ ലീഗുമായി ബന്ധപ്പെട്ട് അങ്ങ് ചോദിച്ചല്ലോ. അതിൻ്റെ ഉള്ള ഉത്തരം കൂടിയാണ് ഞാൻ അതിൽ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോഡ്കാസ്റ്റിനെ കുറിച്ചാണല്ലോ ഇന്നിപ്പോൾ ഇതിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് പോഡ്കാസ്റ്റ് എന്നൊക്കെ യാത്ര ഇവിടേക്കെന്നൊക്കെയാണല്ലോ ശ്രീ വേണുവിൻ്റെ ചോദ്യങ്ങൾ. ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഏതൊരു CPM പ്രസിദ്ധീകരണത്തിൽ കണ്ടു രമേശ് ചെന്നിത്തല പദയാത്ര ആരംഭിക്കാൻ പോകുന്നത്. അത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം. കേരള യാത്ര അദ്ദേഹം പോഡ്കാസ്റ്റിൽ ഉദ്ദേശിച്ചത് ഇപ്പോഴല്ല. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. കഴിഞ്ഞ വോട്ടെടുപ്പിന് മുൻപാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഏജൻസിയെ ഏൽപ്പിച്ചു. നിർഭാഗ്യവശാൽ ആ ഏജൻസി വോട്ടെടുപ്പ് തുടങ്ങിയ ദിവസം എന്ത് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാരണം ഇവരെന്ത് ചെയ്തു, ആ ചർച്ച വേറെയായിരുന്നു. കാരണം രാഷ്ട്രീയമില്ല, അതിലെ എല്ലാ വിഷയങ്ങളും സാഹിത്യം, സംസ്കാരം, അതുപോലെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്ന ഒരു സാധനമായിരുന്നു. അത് അന്ന് നടന്നില്ല. എങ്കിൽ പിന്നെ ഇപ്പോഴും നടക്കാം, നാളെയും നടത്താം, കാരണം അതിൽ രാഷ്ട്രീയമില്ല. അതാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ ഉയർത്താൻ കാണുന്നത് വെച്ചാൽ, അതായത് നമ്മളെ ഹൈക്കമാൻഡിനെയും അതുപോലെ ഈ കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ വെച്ചാൽ, LDF അധികാരത്തിൽ വരാത്തൊരു സാഹചര്യം ഈ ടീമെല്ലാം ഉണ്ടാക്കിയത് ഈ വേണുവും സതീശനും രമേശും അടങ്ങിയ മുസ്ലിം ലീഗ് അടങ്ങിയ ടീമല്ലേ? അല്ലെങ്കിൽ സജീവൻ ഇന്ന് ഇവിടുന്ന് പറയണ്ടേ, കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ട് ഇപ്പോൾ, പിണറായി വിജയൻ, അദ്ദേഹം എന്താ തിരിച്ചു വരാത്ത, എന്താ വേണു എന്ന് നിങ്ങൾ ചർച്ച ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കണ്ടേ സജീവൻ? അദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നാത്ത എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മനസ്സിലുമുണ്ട്. അത് അസ്തമിച്ചു. AK തന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ 9-ാം തീയതി വോട്ടെടുപ്പ് ദിവസം പിണറായി ഗവൺമെന്റ് അസ്തമിച്ചു.
ശരി, എന്തായാലും ശ്രീ എൻ ശ്രീകുമാർ ഏറ്റവും ഒടുവിൽ വെച്ച ന്യായം എന്ന് പറയുന്നത് ഈ പോഡ്കാസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം മുന്നേ നിശ്ചയിച്ചതാണ്, അതൊക്കെ നടക്കുന്നത് ഇപ്പോൾ മാത്രമാണ് എന്നാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ഉള്ള നീക്കങ്ങൾ. ഇപ്പോഴും അത് വേണ്ട എന്ന് വെക്കുന്നില്ലല്ലോ. ഈ സമയത്തെ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യമുണ്ട്, അന്നത് നടക്കാതിരുന്നതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ. മാത്രമല്ല, കാരശ്ശേരി മാഷ് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ സമീപിച്ചു KCയുടെ ടീം എന്ന്, ഒരു ബൈറ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ സ്വീകാര്യത ഏതൊക്കെ തലങ്ങളിൽ നിന്ന് സമാഹരിക്കാനുള്ള നെട്ടോട്ടമാണ് നടക്കുന്നത് എന്നത് വ്യക്തമാണ്. കാരശ്ശേരി മാഷ് അതിന് നിന്നുകൊടുത്തില്ല, അണികൾ പലതിനും നിന്നുകൊടുത്തു. അത് നിന്നുകൊടുക്കലായിരുന്നു എന്ന് തെളിയുന്ന ദിവസം കൂടിയാണോ ഈ 4-ാം തീയതി എന്നതാണ്